എന്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോയാലും യേശുവിനെ വിട്ടൊരു ജീവിതം ഞങ്ങൾക്കില്ലെന്ന്. I remember those days when I would go into the presence, when I will come back to home. ഞാൻ ഓർക്കുന്നു, ഞാൻ സ്കൂളിൽ പോയിട്ട് മടങ്ങി എന്റെ വീട്ടിൽ വരുമ്പോൾ there was no food at home. പലപ്പോഴും എനിക്ക് കഴിക്കാൻ ആഹാരമില്ലായിരുന്നു. No food. ഒരാഹാരവുമില്ലായിരുന്നു. We are two brothers. ഞങ്ങൾ രണ്ട് സഹോദരങ്ങളാണ്. My mother will take both of us. എന്റെ അമ്മ ആദ്യത്തെ മകനെ എടുക്കും. We will take both of us, make us lie down next to her. ഞങ്ങളുടെ അമ്മ രണ്ട് കുഞ്ഞുങ്ങളെ, ഞങ്ങളെ രണ്ടുപേരെയും തന്റെ മടിയിൽ തന്റെ പാദത്തിൽ എടുത്തു വെക്കും. And then she will tap on our head and our shoulders. ഞങ്ങളിങ്ങനെ തടവി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. And then she will sing songs. എന്നിട്ട് എന്റെ മാതാവിരുന്ന് പാടും. Some of these lines I would never understand. എന്നാൽ അത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. One of those lines are this. ആ വരികൾ ഇങ്ങനെയാണ്: ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ഒന്നും മനസ്സിലാവുന്നില്ല, എന്തുവാ പറയുന്നത് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ അമ്മ പാടുന്നത് എന്തുവാന്നറിയോ? ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാൽ നിന്ദാസരന്മേൽ ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാൽ നിന്ദാസരന്മേൽ. ചില വർഷങ്ങൾ തീർന്നു. Some days passed by. ഞങ്ങൾ പട്ടിണി കൂടെ കടന്നു പോയപ്പോൾ ഞങ്ങളുടെ അമ്മ പാടിയത് ഇതാ. അങ്ങനെ പാടി ചില വർഷങ്ങൾ കടന്നുപോയി. Every time he will sing this song, she will sing this song. ഞങ്ങൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അമ്മ തുടരെ ഈ പാട്ടുകൾ പാടിക്കൊണ്ട്. I never understood this song. അന്ന് ഈ പാട്ടിന്റെ അർത്ഥം എനിക്ക് അറിയത്തില്ലായിരുന്നു. But when I became 17, 18, 19, 20, അങ്ങനെ ഈ പാടി പാടി 17, 18, 19, 20 വയസ്സ് വരെ ഞാൻ എത്തി. I started traveling villages. ഞാൻ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. Started ministry. അങ്ങനെ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങി. And started traveling all across. അങ്ങനെ പല സ്റ്റേറ്റുകൾ വിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. Started declaring the name of Jesus. യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ തുടങ്ങി.